അതെ അപ്പോ ആർ.ജെ. വിസ്മയത്തിന്റെ അടുത്ത് പറയണം. കാരണം നമ്മുടെ 11 to 1 ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന ഫിലിം ബേസ്ഡ് ഷോ ലൈഫ് സ്റ്റൈൽ ഷോ ചെയ്യുന്ന ഒരു ആർ.ജെ. ആണ്. മെൽറ്റിംഗ് പോയിന്റ് തന്നെ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് എടുക്കുന്ന ഒരു ആർ.ജെ. ആണ്. നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻസ്റ്റഗ്രാമിൽ. ആൻഡ് 3 തൊട്ട് 4 വരെ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണെങ്കിലും വച്ചു തരുന്നൊരു ആർ.ജെ. ആണ്. സോ വിസ്മയ, വെൽക്കം ടു ദി ഈവനിംഗ്. താങ്ക് യു. ഇനി വിവേകിനെ പറ്റി പറയുവാണെങ്കിൽ കൊച്ചിയുടെ പ്രൈം ഷോ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് മോർണിംഗ് നമ്പർ 1 ആണെന്ന്. മോർണിംഗ് നമ്പർ 1 ചെയ്യുന്ന ഒരു ആർജെയാണ്. അതുമാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിവേകിനെയൊക്കെ കാണാനും പറ്റും. താങ്ക് യു വിസ്മയ. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുത്തി. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ സംഭവിക്കാൻ ഇരിക്കുകയാണ്. ഇന്നിപ്പോ ഐ നോബഡി എന്ന് പറഞ്ഞ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ നിസാം ബഷീർ എന്ന് പറഞ്ഞ സംവിധായകനെ കൂടെ എടുത്തു പറയണം. നിസാം ബഷീറിന്റെ ഇതിനു മുന്നേ ഡയറക്ട് ചെയ്ത സിനിമകൾ, ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത 2 സിനിമകൾ എന്ന് പറഞ്ഞ മാസ്റ്റർ പീസസ് ആണ്. കെട്ടിയോളാണ് എന്റെ മാലാഖ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? റോഷാക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ 2 സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനാണ് നിസാം ബഷീർ. നിസാം ബഷീറിന്റെ 3ാമത്തെ ചിത്രമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റോഷാക്കാണോ ഈ പറഞ്ഞ പോലെ കെട്ടിയോളാണ് എന്റെ മാലാഖയാണോ? നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം? കെട്ടിയോൾ. അവിടെ റോഷാക്ക് പറ്റില്ല. ഇവിടെ ഏതാ കെട്ടിയോളാണോ റോഷാക്കാണോ? അവിടെ റോഷാക്കാണ്. മേളില് കെട്ടിയോളുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് എന്റെ കെട്ടിയോൾ ഇഷ്ടം. അവിടെ കെട്ടിയോൾ അവിടെ കെട്ടിയോളാണ് ഇഷ്ടം. 2 ഇഷ്ടമാണ്. അതെ, നോ ഡൗട്ട് 2 ഇഷ്ടമാണ്. അതാണ് പറയുന്നത്. വിവേകിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൃഥ്വിരാജിന്റെ സിനിമ ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരവുള്ളത്. ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഏതായിരിക്കും ഇഷ്ടം? ഗസ് ചെയ്യാൻ പറ്റുമോ? മെമ്മറീസ് ആയിരിക്കുന്നോ? ഓക്കെ, എനിക്ക് ഏതാ ഇഷ്ടം ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടെ. എനിക്ക് പൃഥ്വിരാജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, രാജുവേട്ടന്റെ ഒരു ഫാൻ ആക്കിയ ഒരു പടം എന്ന് പറഞ്ഞാൽ അയാളും ഞാനും തമ്മിലാണ്. കാരണം അത് തന്നെ, അയാളും ഞാനും തമ്മിൽ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെ? ഒരു വലിയ കയ്യടി വരട്ടെ, ആ ഒച്ച ഒന്ന് കേൾക്കട്ടെ. അയാളും ഞാനും തമ്മിൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കയ്യോ തട്ടെ. കമോൺ. അയാൾ ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കയ്യെ കട്ടി അടിപൊളി. കമോൺ. അതാണ് കാരണം ഞാൻ അതിനകത്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ അതുവരെ ഞാൻ കണ്ടിരുന്ന നടനെ കണ്ടിട്ടേ ഇല്ല, ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഞാൻ ആ ക്യാരക്ടർ, ആ ഡോക്ടറെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രണയിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്രേമിച്ചിട്ടേ ഇല്ല? ഒന്ന് പേടിച്ചു പോയി. പ്രേമിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് ടെൻഷനായി വെച്ചത്. അപ്പൊ എന്താണെങ്കിലും പ്രേമിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും പ്രേമിച്ചിട്ടുള്ള എല്ലാവർക്കും ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴത്തേക്കും അത് ലൈഫിനൊരു മോട്ടിവേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ